പാകിസ്ഥാൻ സൈന്യത്തിന് കനത്ത തിരിച്ചടി നൽകി അഫ്ഗാനിസ്ഥാൻ. പാകിസ്ഥാൻ ആർമിയുടെ 2 പോസ്റ്റുകൾ അവർ പിടിച്ചെടുത്തു. 19 പാക് സൈനികരെയാണ് കൊലപ്പെടുത്തിയത്. പാക് അഫ്ഗാൻ അതിർത്തിയിലുള്ളത് യുദ്ധസമാന സാഹചര്യമാണെന്നാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാന്റെ വ്യോമസേന നടത്തിയ കനത്ത ആക്രമണങ്ങൾക്ക് ദിവസങ്ങൾക്ക് ശേഷം താലിബാൻ സൈന്യം തിരിച്ചടിച്ചതായും നിരവധി പോയിന്റുകൾ ലക്ഷ്യം വെച്ചതായും അഫ്ഗാനിസ്ഥാന്റെ പ്രതിരോധ മന്ത്രാലയം പറഞ്ഞു. അഫ്ഗാൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പാകിസ്ഥാനിൽ ആക്രമണം നടത്തിയതായി പേരെടുത്ത് വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ ആക്രമണങ്ങൾ സാങ്കല്പിക രേഖയ്ക്ക് അപ്പുറത്താണ് നടന്നതെന്ന് അവർ പറഞ്ഞു. പാകിസ്ഥാനുമായുള്ള അതിർത്തിയെ പരാമർശിക്കാൻ അഫ്ഗാൻ അധികാരികൾ ഉപയോഗിച്ച പ്രയോഗമാണ് സാങ്കല്പിക രേഖ എന്നത്. അഫ്ഗാനിസ്ഥാനിൽ ആക്രമണങ്ങൾ സംഘടിപ്പിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്ത ക്ഷുദ്രശക്തികൾക്കും അവരെ പിന്തുണയ്ക്കുന്നവർക്കും കേന്ദ്രങ്ങളും ഒളിത്താവളങ്ങളുമായി വർത്തിക്കുന്ന സാങ്കല്പിക രേഖയ്ക്ക് അപ്പുറത്തുള്ള നിരവധി പോയിന്റുകൾ ഞങ്ങൾ ലക്ഷ്യമിട്ടു, അഫ്ഗാൻ മന്ത്രാലയം പറഞ്ഞു. നിങ്ങൾ പ്രസ്താവനയിൽ പാകിസ്ഥാനെയാണോ പരാമർശിക്കുന്നതെന്ന ചോദ്യത്തിന് ഞങ്ങൾ ഇത് പാകിസ്ഥാന്റെ പ്രദേശമായി കണക്കാക്കുന്നില്ല, അതിനാൽ ഞങ്ങൾക്ക് പ്രദേശം സ്ഥിരീകരിക്കാൻ കഴിയില്ല, പക്ഷെ അത് സാങ്കല്പിക രേഖയുടെ മറുവശത്തായിരുന്നു. ഇങ്ങനെയാണ് മന്ത്രാലയ വക്താവ് ഇനായത്തുള്ള ഗോവരൈസി മറുപടി പറഞ്ഞത്. ഇന്നത്തെ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇടയിലായി 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് അധികാരികൾ വരച്ച ഡൂറൻ ലൈൻ എന്നറിയപ്പെടുന്ന സാങ്കല്പിക രേഖയാണ് അതിർത്തി. ഈ രേഖയെ അഫ്ഗാനിസ്ഥാൻ പതിറ്റാണ്ടുകളായി നിരസിച്ച് വരികയാണ്. സംഭവവികാസങ്ങളോട് പാകിസ്ഥാൻ സൈന്യത്തിന്റെ പബ്ലിക് റിലേഷൻസ് വിഭാഗമോ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവോ പ്രതികരിച്ചിട്ടില്ല. അഫ്ഗാൻ അതിർത്തിക്കടുത്ത് വ്യോമാക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 46 പേരെയാണ് പാകിസ്ഥാൻ കൊലപ്പെടുത്തിയത്. ഇതാണ് സ്ഥിതി കൂടുതൽ വഷളാക്കിയത്. ആക്രമണങ്ങൾക്ക് ശക്തമായി തിരിച്ചടി നൽകുമെന്ന് പ്രതികരിച്ച താലിബാൻ പിന്നാലെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. ഭൂമിയും പരമാധികാരവും സംരക്ഷിക്കുന്നത് തങ്ങളുടെ അവകാശമാണെന്ന് താലിബാൻ പ്രതിരോധ മന്ത്രാലയം പറഞ്ഞു. പാകിസ്ഥാനിലെ ഗോത്ര മേഖലകളിൽ നിന്ന് സൈനിക നടപടികളിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട സാധാരണക്കാരാണ് വസീറിസ്ഥാനിലെ അഭയാർത്ഥികൾ. ഇവരെ ലക്ഷ്യമിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ ആക്രമണം നടത്തിയത്. പാകിസ്ഥാൻ ഔദ്യോഗികമായി വ്യോമാക്രമണം സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും അതിർത്തിക്കടുത്തുള്ള താലിബാൻ ഒളിത്താവളങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം എന്നായിരുന്നു വിശദീകരണം.